Good afternoon, all. Good afternoon. അതെ നമുക്കിനി ബാക്കി നോക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. മേജർ റിസർച്ച് മെത്തേഡ്സ് ഇൻ എൻവയറമെന്റൽ സൈക്കോളജി. ഏതൊക്കെ റിസർച്ച് മെത്തേഡ്സ് ആണ് എൻവയറമെന്റൽ സൈക്കോളജിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, നമ്മൾ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന കുറെ മെത്തേഡ്സ് ഉണ്ട്. അതല്ലാതെ തന്നെ വേറെ ഒന്ന് രണ്ടെണ്ണം കൂടെ പറയുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ പറയുന്ന ആകെ ഒരെണ്ണം പറയുന്നുള്ളൂ, കമ്പ്യൂട്ടർ സിമുലേഷൻ സ്റ്റഡീസ്. അത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അത് ആ ഒരു റിസർച്ച് മെത്തേഡും കൂടെ എൻവയറമെന്റൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെയാണ് ക്വസ്റ്റ്യനെയർ സ്റ്റഡീസ്. These studies intend to provide a description of behaviors and also gather information about people's opinions, attitudes, beliefs and perceptions about various issues. പലതരം പ്രോബ്ലംസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനെയർ സ്റ്റഡീസ് യൂസ് ചെയ്യാം. അതായത് മെഷർമെന്റ്സ്, സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊരു റിസർച്ച് മെത്തേഡാണ്. ക്വസ്റ്റ്യനെയേഴ്സ് കൊടുക്കുക, അതിന്റെ അവരുടെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഒപ്പീനിയൻസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, പെർസെപ്ഷൻസ്, ഇതൊക്കെ നമുക്ക് പലതരം ഇഷ്യൂസ് അല്ലെങ്കിൽ പലതരം പ്രോബ്ലംസിനെ പറ്റിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തേതാണ് ലബോറട്ടറി എക്സ്പെരിമെന്റൽ മെത്തേഡ്സ്. ഇപ്പൊ ലബോറട്ടറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫുള്ള് ഈ ഒരു റിസർച്ചറിന്റെ കൺട്രോളിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദീസ് ഇൻക്ലൂഡ് സ്റ്റഡി conducted under artificial and controlled environmental conditions. ലബോറട്ടറി എന്ന് പറയുമ്പോൾ ഒരു റൂമാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ലാബ്. അതിനുള്ളിൽ എന്താണ്, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് എൻവയറമെന്റൽ കണ്ടീഷൻസ് ആണ് അത് അവിടെ ഉള്ളത്. അപ്പൊ ഫുള്ളി ഒരു റിസർച്ചറിന്റെ അണ്ടറിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് നമുക്ക് എന്തിലെടുക്കാം, എൻവയറമെന്റൽ സൈക്കോളജിയിൽ എടുക്കുന്നുണ്ട്. ആൻഡ് ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് ആർ ഓഫൻ ഹെൽപ്ഫുൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ കോസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് നമുക്ക് വേരിയബിൾസിന്റെ ഇടയിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കോസൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. വേരിയബിൾസ് എന്നൊക്കെ അറിയാലോ, രണ്ട് വേരിയബിൾസ് നമുക്ക് ഒരു ടോപ്പിക്കിൽ ഉണ്ടായിരിക്കും. അതിന്റെ ആ ഒരു കോസൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ടും ഒരേപോലെ റിലേറ്റഡ് ആയിരിക്കും, കോറിലേറ്റഡ് ആയിരിക്കും. കോസൽ എന്ന് പറയുമ്പോൾ അതിന്റെ റീസൺ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കോസൽ റിലേഷൻഷിപ്പ് നമുക്ക് വേരിയബിൾസിന്റെ ഇടയിൽ കണ്ടെത്താനായിട്ട് ലബോറട്ടറി എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് വെച്ച് ഉപയോഗമാണ്, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണ്. ഇനി മൂന്നാമത്തേതാണ് computer simulation studies. Real people or authentic environmental stimuli are sometimes impossible to use in the study. അതായത് നമുക്ക് ചിലപ്പോൾ റിയൽ സിറ്റുവേഷൻസ് നമുക്ക് സ്റ്റഡീസിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലബോറട്ടറി, അതെന്താണ്, ഒരു കൺട്രോൾഡ് എൻവയറമെന്റൽ കണ്ടീഷൻ ആണ്. അതായത് നമ്മൾ ക്ലയന്റിനെ ഒരു റൂമിലേക്ക് കൊണ്ടുവരുന്നു, നമ്മൾ അവിടെ വെച്ച് പഠിക്കുന്നു, ഫുള്ളി കൺട്രോൾഡ് സെറ്റിംഗ്സ് ആയിരിക്കും. അതല്ലാതെ നമുക്ക് റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ പീപ്പിൾ ഒതന്റിക് എൻവയറമെന്റൽ സ്റ്റിമുലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കമ്പ്യൂട്ടർ സിമുലേഷൻ സ്റ്റഡീസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു റോഡ് പണി നടക്കുകയാണ്, പുതിയൊരു റോഡ് അല്ലെങ്കിൽ ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജ് ഒക്കെ വരികയാണ്, ഒരു ട്രാഫിക് ഉണ്ട്, അതായത് ഒരു സിഗ്നല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ട് പോട്ട് ഭയങ്കര ഒരു ജംഗ്ഷൻ ഒക്കെയാന്ന് വിചാരിക്കാം. അവിടെ നമ്മളൊരു ഓവർ ബ്രിഡ്ജ് കൊണ്ടുവരിക. നമുക്ക് ഫുൾ ടൈം ആ ഒരു റോഡിന്റെ നടുക്കിൽ പോയിരുന്നിട്ട് നമുക്ക് പഠിക്കാനോ എക്സ്പെരിമെന്റ്സ് നടത്താനോ പറ്റില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. കാരണം നമുക്ക് എന്താണ്, മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് നമുക്ക് അപകട സാധ്യതകൾ കുറയ്ക്കാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ സിമുലേഷൻ വെച്ചിട്ട് ചെയ്യാം. അതായത് ആ ഒരു സ്റ്റഡീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നു. അതായത് ഇപ്പൊ ആ ഒരു റോഡിന്റെ പിക്ചർ അല്ലെങ്കിൽ ട്രാഫിക് ഓവർ ബ്രിഡ്ജിന്റെ ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് അതിനെ പറ്റി പഠിക്കാം. അതാണ് കമ്പ്യൂട്ടർ സിമുലേഷൻ സ്റ്റഡീസ്. And for this reason, environmental psychologists are increasingly turning into environmental simulations. Environments and or humans are reproduced as exactly and realistically as feasible in this style of research. അവിടെ എന്താണ് നമ്മൾ ഈ പറയുന്ന ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മൾ അവിടെ റീക്രിയേറ്റ് ചെയ്യാണ്, കമ്പ്യൂട്ടറിൽ റീക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ച് പഠിക്കുന്നു. അതൊരു എൻവയറമെന്റൽ സൈക്കോളജിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡാണ്. കാരണം എൻവയറമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നാച്ചുറാലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നമുക്ക് അതിൽ പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴാണ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ റിസർച്ച് നടത്തുന്നത്. ഇത് മൂന്നും മനസ്സിലായോ? ഓക്കെ ആണോ? മൂന്നെണ്ണം ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തതാണ് ഫീൽഡ് സ്റ്റഡീസ്. Many environmental psychologists are field investigations and experiments to obtain high external validity
Field experiments have a high level of external validity because they are conducted in real life settings. Field study എന്ന് പറയുമ്പോൾ എന്താണ്? റിയൽ ലൈഫ് സെറ്റിംഗ്സ് ആണ്, നാച്ചുറൽ ലൈഫ് സെറ്റിംഗ്സിൽ പോയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഒരാളെ പറ്റി, ഒരു ക്ലയന്റിനെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ആൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ഫീൽഡ് സ്റ്റഡി ആണ്. അതിന് എക്സ്റ്റേണൽ വാലിഡിറ്റി കൂടുതലായിരിക്കും. അതായത് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ അത് നാച്ചുറൽ സെറ്റിംഗ് ആണ്. നമുക്കത് വലിയൊരു പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ? നമ്മുടെ കൺട്രോളില് ആ ഒരു ക്ലയന്റിന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അയാളുടെ റിയൽ ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് എക്സ്റ്റേണൽ വാലിഡിറ്റി കൂടുതലാണെന്ന് പറയും. കാരണം എന്താ? ഡാറ്റ ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും, ഭയങ്കര റിയാലിസ്റ്റിക് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുക. അപ്പൊ അത് പോപ്പുലേഷനിലോട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. അത്തരം വാലിഡിറ്റിനെ നമുക്ക് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയാം. ഇനി അടുത്തതാണ് കേസ് സ്റ്റഡീസ്. A case study is an in-depth study of a specific situation. It's a way used when a researcher really wants to narrow down a really broad topic of research into one single case, that is a person, setting, situation or event. Case study എന്ന് പറയുമ്പോൾ എന്താ? ഒരു സിംഗിൾ ടോപ്പിക്, നമ്മൾ ആ ഒരു സ്പെസിഫിക് ആ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഇവന്റോ പേഴ്സണോ മാത്രമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താന്ന് പറയാം? കേസ് സ്റ്റഡി എന്ന് പറയാം. വലിയൊരു ടോപ്പിക്കിനെ റിസർച്ചർക്ക് അത് റെഡ്യൂസ് ചെയ്ത് ഒരൊറ്റ ടോപ്പിക്കായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി വെച്ചിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 5 മെത്തേഡ്സ് ആണ് എൻവയറമെന്റൽ സൈക്കോളജിയിൽ റിസർച്ച് മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റിനെയർ സ്റ്റഡീസ്, ലബോറട്ടറി എക്സ്പെരിമെന്റൽ മെത്തേഡ്സ്, കമ്പ്യൂട്ടർ സിമുലേഷൻ സ്റ്റഡീസ്, ഫീൽഡ് സ്റ്റഡീസ് ആൻഡ് കേസ് സ്റ്റഡീസ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തതാണ് എൻവയറമെന്റൽ സൈക്കോളജി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസ്. മറ്റ് ഡിസിപ്ലിൻസുമായിട്ട് എൻവയറമെന്റൽ സൈക്കോളജിക്കുള്ള റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ മറ്റ് ഡിസിപ്ലിൻസ് എൻവയറമെന്റൽ സൈക്കോളജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യത്തെയാണ് എൻവയറമെന്റൽ സൈക്കോളജി ആൻഡ് ജനറൽ സൈക്കോളജി. സിമ്പിൾ ആയിട്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹ്യൂമൻ ബിഹേവിയറിൽ എങ്ങനെ എൻവയറമെന്റ് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെ എൻവയറമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ശരിക്കും എൻവയറമെന്റൽ സൈക്കോളജി പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറൽ സൈക്കോളജി ആയിട്ട് ഇത് റിലേറ്റഡ് ആണ്. കാരണം ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നതാണ് ജനറൽ സൈക്കോളജി. അത് ഓർത്ത് നോക്കിയാൽ മതി. ലെറ്റ്സ് എക്സ്പ്ലോർ ദ റിലേഷൻഷിപ്പ് ഓഫ് എൻവയറമെന്റൽ സൈക്കോളജി വിത്ത് അതർ ഡിസിപ്ലിൻസ്. ആദ്യത്തെ എൻവയറമെന്റൽ സൈക്കോളജി ആൻഡ് ജനറൽ സൈക്കോളജി. Environmental psychology stresses upon the studies related to the influence of physical environmental factors like noise, crowding, heat, etc. on human behavior, health and feelings. Environmental psychology എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഈ പറയുന്ന എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എങ്ങനെ ഹ്യൂമൻ ബിഹേവിയറിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അതുവഴി മെന്റൽ ഹെൽത്തിനെയും ഫീലിങ്സിനെയും ഇമോഷൻസിനൊക്കെ എങ്ങനെ ബാധിക്കുന്നുണ്ട്. ഇതാണ് എൻവയറമെന്റൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. ഇതേ സാധനം തന്നെയല്ലേ ജനറൽ സൈക്കോളജി നോക്കുന്നത്. ജനറൽ സൈക്കോളജി എങ്ങനെയാണ് നോക്കുന്നത്? ജനറൽ സൈക്കോളജി ഈസ് എ മച്ച് ബ്രോഡർ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ദാറ്റ് ഇന്റൻസ് ടു എക്സ്പ്ലോർ വേരിയസ് പ്രിൻസിപ്പിൾ ദാറ്റ് ക്യാൻ ബി ജനറലി അപ്ലൈഡ് ടു ഹ്യൂമൻസ്. ഹ്യൂമൻസിൽ ജനറലി അപ്ലൈ ചെയ്യുന്ന പലതരം പ്രിൻസിപ്പിൾസ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് എന്ത് ജനറൽ സൈക്കോളജി ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻവയറമെന്റൽ സൈക്കോളജിയും ജനറൽ സൈക്കോളജിയും റിലേറ്റഡ് ആണ്. ഓക്കെ ആണോ? രണ്ടാമത്തെയാണ് എൻവയറമെന്റൽ സൈക്കോളജി ആൻഡ് ബയോളജിക്കൽ സയൻസ്. The science of the physical, geographical environment and those of the ecological, naturalistic environment, both of which showed a growing human or anthropic factor by the end of the 1960s, are examples of disciplines outside of psychology that contributed significantly to the emergence of environmental psychology. അതായത് നമ്മുടെ ഈ ഒരു ഫിസിക്കൽ എൻവയറമെന്റൽ സയൻസ്, അതായത് ആർക്കിടെക്ചർ, ജോഗ്രഫി, അർബൻ പ്ലാനിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അത് രണ്ടൊക്കെ എന്താണ്, ഇത് രണ്ടും കൂടെ പഠിച്ചു വരുന്ന ടൈമിൽ ഈ 1960 ആയപ്പോഴേക്കും ഈ പറയുന്ന സയൻസസ് ഒക്കെ നമ്മുടെ ഈ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിന് അല്ലെങ്കിൽ ഹ്യൂമൻ ഫാക്ടേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങി. അതായത് ഹ്യൂമൻ അല്ലെങ്കിൽ ആന്ത്രോപിക് ഫാക്ടേഴ്സ് അതിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. കാരണം എന്താ, നമ്മുടെ ഈ ഒരു എൻവയറമെന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ നമ്മുടേതായിട്ടുള്ള നീഡ്സും നമ്മുടെ എക്സ്പീരിയൻസസും നമ്മുടെ ബിഹേവിയറും ഒക്കെ കൺസിഡർ ചെയ്യണം. അല്ലെ, ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട്, അത്
വല്ലവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് നമ്മൾ നമ്മുടെ ഒരു വീട് പണിയുമ്പോൾ എങ്ങനെയാ അതിൽ നമ്മുടെ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, നമ്മുടെ താല്പര്യങ്ങള്, നമ്മള് അനുഭവങ്ങള് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങള് ഇതൊക്കെ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ എൻവയറമെന്റൽ സൈക്കോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായ കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഹ്യൂമൻ അല്ലെങ്കിൽ ആന്ത്രോപിക് ഫാക്ടേഴ്സ് ഒക്കെ ഈ ഒരു 60കളോട് കൂടിയിട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ എൻവയറമെന്റൽ സൈക്കോളജി എന്തായി, കുറച്ചും കൂടി അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തിന് വലിയൊരു ഡെവലപ്മെന്റ് ആണ് ഇതിൽ നിന്ന് വന്നത്. ആൻഡ് ഈച്ച് പേഴ്സൺസ് പെർസെപ്ഷൻസ് ആർ ഡിസ്റ്റിങ്, പേഴ്സണൽ ആൻഡ് യൂണിക്. ഓരോരുത്തരുടെയും പെർസെപ്ഷൻ മീൻസ് എന്താണ്, ഒരു അവബോധം അല്ലെങ്കിൽ ധാരണ, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഞാനൊരു വസ്തുവിനെ നോക്കി കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും പെർസെപ്ഷൻ എന്ന് പറയുന്നത് യൂണീക്ക് ആണ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അത് ഡിഫറെന്റ് ആണ്. Perception is the process through which a person assigns significance to their current external situation based on their behavioral setup. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു ഇൻഡിവിജ്വല് തന്റെ എൻവയറമെന്റിന് ഒരു മീനിങ് കൊടുക്കുകയാണ്. ശരിക്കും ചുറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതിന് ശരിക്കും ഒരു മീനിങ് കൊടുക്കുന്ന പ്രോസസ് ആണ് എന്ത്, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എൻവയറമെന്റൽ സൈക്കോളജിയും ബയോളജിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഹ്യൂമൻസിന്റെ പെർസെപ്ഷനും ഇതും തമ്മിൽ റിലേറ്റഡ് ആണ്. നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ എൻവയറമെന്റിനെ ഡിസൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ഹ്യൂമൻ ഫാക്ടേഴ്സും ആന്ത്രോപിക് ഫാക്ടേഴ്സും എൻവയറമെന്റൽ സൈക്കോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് രണ്ടും ഓക്കെ ആണോ പറഞ്ഞേ? രണ്ട് ഡിസിപ്ലിൻസും അതിന്റെ റിലേഷൻ ആണ് നമ്മൾ നോക്കിയത്. എൻവയറമെന്റൽ സൈക്കോളജി ആൻഡ് ജനറൽ സൈക്കോളജി, എൻവയറമെന്റൽ സൈക്കോളജി ആൻഡ് ബയോളജിക്കൽ സയൻസസ്. അടുത്തതാണ് എൻവയറമെന്റൽ സൈക്കോളജി ആൻഡ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ്. In human engineering, the human factor is a physical attribute of an individual that is unique to that individual and determines human environment equilibrium. Human engineering എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹ്യൂമൻസിന് ആവശ്യമുള്ള എല്ലാ ഫാക്ടേഴ്സും അതിലുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആക്കുക. അല്ലെങ്കിൽ ഹ്യൂമൻ എഞ്ചിനീയറിംഗിന്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് സൗകര്യപ്രദം അല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ. ഫോർ എക്സാമ്പിൾ ഒക്കെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഓഫീസിലിരിക്കുകയാണ്, നമ്മുടെ ആ ഒരു ചെയർ അല്ലെ, നമ്മുടെ പിന്നലിന് അല്ലെങ്കിൽ നമ്മുടെ നട്ടെല്ലിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ചെയർ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഹ്യൂമൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. കാരണം നമ്മുടെ ഗ്രോത്തും ഡെവലപ്മെന്റും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്കൂളിലെ സ്റ്റുഡൻസിനുള്ള ബെഞ്ചും ഡെസ്കും അല്ലെങ്കിൽ ചെയറൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അവരുടെ ഹൈറ്റിനനുസരിച്ച് അത് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ എന്താണ്, ഹ്യൂമൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗം. അപ്പോൾ ഹ്യൂമൻ ഫാക്ടേഴ്സ് നോക്കിയിട്ട് അവർക്ക് കൂടുതൽ പോസിബിൾ അല്ലെങ്കിൽ സൗകര്യാർത്ഥം നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഹ്യൂമൻ എഞ്ചിനീയറിംഗിന്റെ റോളാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് കോൺട്രിബ്യൂട്ട്സ് ടു ഇംപ്രൂവിംഗ് ദ എൻവയറമെന്റ് ഫോർ ഹ്യൂമൻസ് ഇൻ വൺ വേ. ആസ് എ റിസൾട്ട് ഇറ്റ് ഹെൽപ്സ് വിത്ത് ദ വർക്കിംഗ് ഓഫ് എൻവയറമെന്റൽ സൈക്കോളജി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമൻ എഞ്ചിനീയറിംഗിന് എന്തുണ്ട്, നമുക്ക് വേണ്ട എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻവയറമെന്റൽ സൈക്കോളജിയുടെ പ്രവർത്തനത്തെ ഇത് സഹായിക്കുന്നുണ്ട്. എൻവയറമെന്റൽ സൈക്കോളജിയും ഇതേ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻസിന്റെ ഡെവലപ്മെന്റിൽ ഹ്യൂമൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുക, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡ് തന്നെയാണ് എന്ത്, ഹ്യൂമൻ എഞ്ചിനീയറിംഗ്. ഇനി അടുത്തതാണ് എൻവയറമെന്റൽ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി. Applied environmental psychology attempts to improve environmental management for a higher quality of life and psychological development. In town planning, psychology has a lot of applications. While planning the growth of towns, studies on how communities work, people's psychological requirements and their likes and dislikes should be taken into account. Since the environment molds and limits behavior, careful planning is required to achieve optimal happiness, efficiency and growth. ഇവിടെ അപ്ലൈഡ് സൈക്കോളജി ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഇത് രണ്ടും കൂടി ഒരു എൻവയറമെന്റൽ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എൻവയറമെന്റൽ മാനേജ്മെന്റ് അത്രയും സക്സസ് ആവും. നമ്മളിപ്പോ ഒരു ടൗൺ പ്ലാനിങ് ചെയ്യാന്ന് വിചാരിക്കാം, നമുക്ക് സൈക്കോളജിയുടെ ഇതായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് അവിടെ ചെയ്യേണ്ടി വരും. വേണ്ട, നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നു അല്ലെങ്കിൽ ഒരു സ്കൂള്, ഒരു ഹോസ്പിറ്റൽ പറയുന്നു,
എന്താണ് അവിടെ ആ ഒരു പേഷ്യൻസിന് വേണ്ട ഒരു എൻവയറമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. നല്ല വെളിച്ചവും കാറ്റും ഒക്കെ കടക്കുന്ന രീതിയിലുള്ള ഒരു റൂം സെറ്റ് ചെയ്ത് നോക്കി ആ പേഷ്യൻസിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരും. അപ്പൊ ഏതൊരു പ്ലാനിങ്ങിലായാലും അല്ലെങ്കിൽ ഒരു സൈക്കോളജി ആപ്ലിക്കേഷൻസ് ആയാലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്കതിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തതാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി, എൻവയറമെന്റ് സൈക്കോളജി ആൻഡ് കമ്മ്യൂണിറ്റി സൈക്കോളജി. The influence of the social environment is the emphasis of community psychology, whereas the influence of the physical environment is the subject of environmental psychology. അതായത് സോഷ്യൽ എൻവയറമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്, കമ്മ്യൂണിറ്റി സൈക്കോളജിയിലാണ്. കമ്മ്യൂണിറ്റി സൈക്കോളജി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമല്ല അല്ലെ, ഒരുപാട് പേരുണ്ട്. അപ്പൊ അവിടെ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്, സോഷ്യൽ എൻവയറമെന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. നേരെ തിരിച്ച് എൻവയറമെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഫിസിക്കൽ എൻവയറമെന്റ് ആണ്, ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെയും ഫിസിക്കൽ എൻവയറമെന്റിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ദ സ്റ്റഡി ഓഫ് സോഷ്യൽ പ്രോസസ്സസ് ഇൻ physical context as well as psychology of social settings such as home, workplace and school falls under the umbrella of community and environmental psychology. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ അണ്ടറിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സെറ്റിങ്സ്, നമ്മുടെ സോഷ്യൽ സെറ്റിങ്സ് ആയിട്ടുള്ള ഹോം, വർക്ക് പ്ലേസ്, സ്കൂള്, ഇതൊക്കെ എവിടെയാണ് നിൽക്കുന്നത്, കമ്മ്യൂണിറ്റി ആൻഡ് എൻവയറമെന്റൽ സൈക്കോളജിയുടെ അണ്ടറിലാണ്. കാരണം രണ്ടും റിലേറ്റഡ് ആണ്. കമ്മ്യൂണിറ്റി സൈക്കോളജി സോഷ്യൽ എൻവയറമെന്റ് ഫോക്കസ് ചെയ്യുമ്പോൾ എൻവയറമെന്റൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്, നമ്മുടെ ഫിസിക്കൽ എൻവയറമെന്റ് ആണ്. അതായത് നമ്മുടെ ഹോം, വർക്ക് പ്ലേസ്, സ്കൂള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ രണ്ടിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി അടുത്തതാണ് എൻവയറമെന്റൽ സൈക്കോളജി ആൻഡ് ആർക്കിടെക്ചറൽ സൈക്കോളജി. In many ways, there is a link between environmental psychology and architectural psychology. The study by Itelson and Proshansky's group in the United States looked at the link between architectural design and the behavior of psychiatric patients. ഒരു സ്റ്റഡി നടത്തുകയാണ്, അതായത് എൻവയറമെന്റൽ സൈക്കോളജിയും ആർക്കിടെക്ചറൽ സൈക്കോളജിയുടെ ലിങ്ക് ആണ് പറയുന്നത്. അപ്പോൾ മുൻപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്. അതായത് ആർക്കിടെക്ചറൽ ഡിസൈനും സൈക്കാട്രിക് പേഷ്യൻസിന്റെ ബിഹേവിയറും അതായിരുന്നു ടോപ്പിക്. അതിന്റെ ഇടയിലുള്ള ആ ഒരു കോറിലേഷൻ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ടോപ്പിക്. അസൈഡ് ഫ്രം ദാറ്റ്, സോമർ ക്രിയേറ്റഡ് ദ നോഷൻസ് ഓഫ് ഹ്യൂമൻ ടെറിട്ടോറിയാലിറ്റി ആൻഡ് പേഴ്സണൽ സ്പേസ് വിച്ച് വുഡ് ഗോ ഓൺ ടു ഹാവ് ഹ്യൂജ് ഇമ്പാക്ട് ഓൺ സൈക്കോളജി ഇൻ ജനറൽ, എൻവയറമെന്റൽ സൈക്കോളജി ഇൻ പെർട്ടിക്കുലർ ആൻഡ് ആർക്കിടെക്ചറൽ ഡിസൈൻ. അപ്പൊ ഈ ഒരു പഠനങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ബിഹേവിയറിൽ മാറ്റം കാണുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഹോസ്പിറ്റലിന്റെ റൂം സെറ്റ് ചെയ്യാം, ആ ഒരു സെറ്റിങ്സ് കുറച്ചും കൂടി വെളിച്ചവും അല്ലെങ്കിൽ കുറച്ചും കൂടി കാറ്റും വെളിച്ചമൊക്കെ കിടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു റൂമാന്ന് വിചാരിക്കാം. ഈ സൈക്കാട്രിക് പേഷ്യൻസിന് കുറച്ചും കൂടി ബെറ്റർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് കണ്ടു. നമ്മള് സൈക്കോപാത്തോളജിയുടെ ഒക്കെ ഡെവലപ്മെന്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. മെന്റൽ ഹോസ്പിറ്റൽസ് ഒക്കെ ആദ്യം ഒരു ഇരുട്ട് മുറിയായിരുന്നു, വെള്ളം വെളിച്ചം ഒന്നും കിടക്കാത്ത ഒരു ഇരുട്ട് മുറിയായിരുന്നു. അതിന് പിന്നീട് ഡെവലപ്മെന്റ് കൊണ്ടുവന്നൊക്കെ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ആർക്കിടെക്ചറൽ സൈക്കോളജിയും ഒരു ഹ്യൂമൻസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ സൈക്കാട്രിക് പേഷ്യൻസിന്റെ ബിഹേവിയറും തമ്മിലുള്ള ഒരു ടോപ്പിക്കിലൂടെ കണ്ടെത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടെറിട്ടോറിയാലിറ്റി, പേഴ്സണൽ സ്പേസ്, ഇതിനെ കുറിച്ചൊക്കെ ഈ ഒരു ഹ്യൂമൻസിനെ അവെയർ ആകുന്നതോടുകൂടെ തന്നെ അവരുടെ ബിഹേവിയറിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. ടെറിട്ടോറിയാലിറ്റി മീൻസ് ആ ഒരു പ്രാദേശികത, അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്വന്തം നാട് വേണം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒരു വീട് വേണം, ഇങ്ങനെയുള്ള ആ ഒരു ടെറിട്ടോറിയാലിറ്റി, ആ ഒരു കോൺസെപ്റ്റ്. അതേപോലെ തന്നെ ആ ഒരു പേഴ്സണൽ സ്പേസ്, അവനാന്റേതായിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഇടം, സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ഒരു വീട്, അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ വന്നതോടുകൂടി എന്ത് ചെയ്തു, ബിഹേവിയറിലൊക്കെ വളരെയധികം ഇമ്പാക്ട് കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് എൻവയറമെന്റൽ സൈക്കോളജിയും ആർക്കിടെക്ചറൽ സൈക്കോളജി റിലേറ്റഡ് ആണെന്നുള്ളത് അന്ന് ഒരുപാട് സ്റ്റഡീസിൽ അത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ 6 ഡിസിപ്ലിൻസ് ആയിട്ടുള്ള റിലേഷൻ ആണ് നമ്മളിപ്പോ നോക്കിയത്. environmental psychology and general psychology, biological sciences, human engineering, applied psychology, community psychology, architectural psychology. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇത് മാത്രമായിട്ട് ചോദിക്കില്ല, നമുക്ക് മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. ഒന്നെങ്കിൽ എൻവയറമെന്റൽ സൈക്കോളജി എഴുതാം, അല്ലെങ്കിൽ അതിന്റെ സെലിയൻ ഫീച്ചേഴ്സും മിക്സ് ചെയ്ത് എഴുതുക, ക്യാരക്ടറിസ്റ്റിക്സും റിലേറ്റഡ് ഡിസിപ്ലിൻസും എഴുതുക, അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോട്ട് എത്ര ഷോർട്ട് ആയാലും കുഴപ്പമില്ല, നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കണക്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എന്തെഴുതാം,
എൻവയറമെന്റൽ സൈക്കോളജി എന്താണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും വേണമെങ്കിൽ നമുക്ക് അതിൽ എഴുതാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്തോ അതൊക്കെ നമുക്ക് ഇതിൽ എഴുതാം. കാരണം ഇതൊരു കോർ സബ്ജക്റ്റ് അല്ല. പക്ഷെ മാർക്ക് കുറയാറുണ്ട് കേട്ടോ, പലർക്കും മാർക്ക് കുറയുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോർ സബ്ജക്റ്റ് അല്ലാത്തടത്തോളം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാനായിട്ട് പറ്റും, പേജുകൾ എണ്ണം കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി അടുത്തത് എൻവയറമെന്റൽ സൈക്കോളജി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് നമ്മുടെ എൻവയറമെന്റൽ സൈക്കോളജി പോകുന്നത് നോക്കാം. Environmental psychology studies in India started approximately 3.5 decades ago, treating the environment as a separate entity and exploring the unidirectional relationship between the physical environment and the outcome. One minute, ഒന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. Unidirectional relationship between the physical environment and a behavioral outcome, social outcome. Psychologists adopted a social system perspective to analyze social problems and environmental issues. നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള എൻവയറമെന്റൽ സൈക്കോളജി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് എത്രയായിട്ടുണ്ട്, 3.5 decades ആയിട്ടുള്ള ഒരു 3.5 ദശകത്തോടെ ആയിട്ടുള്ള ഈ ഒരു എൻവയറമെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഇതിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. And exploring the unidirectional relationship between physical environment and behavioral outcome. Physical environment ഉം behavioral outcome ആ ഒരു ഒരേ ഒരു ഡയറക്ഷണൽ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള സോഷ്യൽ ഔട്ട്കംസ്, ഇതിന് വേണ്ടിയിട്ടൊക്കെ സൈക്കോളജിസ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റം പെർസ്പെക്റ്റീവ് ആണ് നമുക്കുള്ളത്. ഈ ഒരു സോഷ്യൽ പ്രോബ്ലംസും എൻവയറമെന്റൽ ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കാനായിട്ടൊരു സോഷ്യൽ സിസ്റ്റം പെർസ്പെക്റ്റീവ് ആണ് നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻഡിവിജ്വൽ സിസ്റ്റം അല്ല, സോഷ്യൽ സിസ്റ്റം ആണ്. അതായത് കോമൺ ആയിട്ട് എല്ലാവർക്കും എങ്ങനെയാണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ബേസ്ഡിലുള്ള സ്റ്റഡിയാണ് നമ്മുടെ ഇന്ത്യയിലെ എൻവയറമെന്റൽ സൈക്കോളജിയിൽ നടത്തുന്നത്. ആൻഡ് ദിസ് പെർസ്പെക്റ്റീവ് equated social problems with environmental problems and used a framework for analyzing social problems rather than environmental issues. കണ്ടോ, അപ്പൊ ഇവിടെ എൻവയറമെന്റൽ ഇഷ്യൂസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ്, സോഷ്യൽ പ്രോബ്ലംസ് ആണ്. സോഷ്യൽ പ്രോബ്ലംസ് അനലൈസ് ചെയ്യുക, അതിനൊരു ഫ്രെയിംവർക്ക് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് റിസർച്ച് ഇൻ എൻവയറമെന്റൽ സൈക്കോളജി ഇൻ ഇന്ത്യ ഹാസ് ബീൻ ഡോമിനേറ്റഡ് മെയിൻലി ഇൻ ദ ഏരിയ ഓഫ് ക്രൗഡിംഗ് ആൻഡ് ഗ്രോയിങ് പോപ്പുലേഷൻ. ഇനി എൻവയറമെന്റൽ സൈക്കോളജിയിൽ റിസർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നടക്കുന്ന ടോപ്പിക് ഏതാണ്, ക്രൗഡിംഗ് ആൻഡ് ഗ്രോയിങ് പോപ്പുലേഷൻ ആണ്. അതായത് ജനസംഖ്യാ വളർച്ച, അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ക്രൗഡിങ്, ഇതിനെ പറ്റിയിട്ടാണ് കൂടുതലും ഇന്ത്യയിലെ എൻവയറമെന്റൽ സൈക്കോളജിയിൽ നടക്കുന്ന റിസർച്ച്. ദ ഡെവലപ്മെന്റ് ഓഫ് എൻവയറമെന്റൽ സൈക്കോളജി ഇൻ ഇന്ത്യ റെഫേഴ്സ് ടു കൺസിഡറിംഗ് ദ പ്രോബ്ലം ആൻഡ് ദ വർക്ക് ഓഫ് സോഷ്യൽ സയന്റിസ്റ്റ്. സം റിസർച്ച് ഇൻക്ലൂഡിംഗ് ടെറിട്ടോറിയാലിറ്റി, ക്രൗഡിംഗ്, deprivation all used ecological perspective to study psychological adaptation. അതായത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള റിസർച്ചുകളാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞു ഗ്രോയിങ് പോപ്പുലേഷനും ക്രൗഡിംഗ് ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ചില സോഷ്യൽ സയന്റിസ്റ്റുകൾ ചില റിസർച്ചുകൾ പറഞ്ഞിട്ടുള്ള ഏതാണ്, ടെറിട്ടോറിയാലിറ്റി, അതൊരു റിസർച്ച് ആണ്. പിന്നെ ക്രൗഡിങ്ങിനെ പറ്റിയിട്ടുള്ള റിസർച്ച്, പിന്നെ ഡെപ്രിവേഷൻ, ഇവരൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. ഈ ഒരു സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻസ് പഠിക്കാനായിട്ട് അവർ യൂസ് ആണ് ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. അഡ്മിറ്റ് ആയിട്ടോ. ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻസ് പഠിക്കുന്നത്. ആൻഡ് ഇൻ ദ 21st century people were mainly concerned with the problems of nature like global warming, ozone depletion, acid rain and other pollutions. അങ്ങനെ 21ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് എന്തായി, ഒരുപാട് പേർക്ക് ഈ ഒരു നാച്ചുറൽ പ്രോബ്ലംസിനെ പറ്റിയിട്ടുള്ള ധാരണകൾ വന്നു. അതായത് ഗ്ലോബൽ വാർമിംഗ് എന്താണ്, ഓസോൺ ഡെപ്ലീഷൻ, ആസിഡ് റെയിൻ അല്ലെങ്കിൽ മറ്റുള്ള പൊല്യൂഷൻസ് എന്താണ്, ഇതിനെ പറ്റിയൊക്കെ കുറച്ചും കൂടി അവെയർ ആയി തുടങ്ങി. And now psychologists are facing challenges and are trying to engage constructively in engaging in the developmental process and framing of social policies that are pro-environmental and hints towards sustainable development. ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ എന്താണ് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോരുത്തരെയും ഇതിൽ ഇൻവോൾവ് ആക്കണം, അല്ലെങ്കിൽ എൻഗേജ്ഡ് ആക്കണം, ഒരു പ്രോ എൻവയറമെന്റൽ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് ദ ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഫോർ
Research in the Indian context may include culture-specific methods that may be more appropriate for understanding environmental behavior, relations in Indian socio-cultural and environmental context. അപ്പോൾ ഫ്യൂച്ചർ ഡയറക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് കൾച്ചർ സ്പെസിഫിക് ആണ്. കാരണം ഒരുപാട് കൾച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ് അല്ലെ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് തന്നെ കൾച്ചർ സ്പെസിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയുള്ളത്. കാരണം എന്ത് വേണം, നമ്മുടെ എൻവയറമെന്റൽ ബിഹേവിയറും ഇന്ത്യയിലെ സോഷ്യോ കൾച്ചറൽ എൻവയറമെന്റൽ കോണ്ടെക്സ്റ്റും ആ ഒരു റിലേഷൻ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, ഒരു കൾച്ചർ സ്പെസിഫിക് മെത്തേഡ്സ് ആയിരിക്കണം ഇന്ത്യൻ റിസർച്ചുകളിൽ യൂസ് ചെയ്യേണ്ടത്. And to develop cultural inclusive environmental psychology in India, there is a need to analyze the environmental behavior relationship. എന്ത് വേണം, അപ്പൊ ആ ഒരു കൾച്ചർ ഇൻക്ലൂസീവ് എൻവയറമെന്റൽ സൈക്കോളജി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവയറമെന്റും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത് ആദ്യം അവിടെ അനലൈസ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ ഈ ഒരു കൾച്ചർ സ്പെസിഫിക് മെത്തേഡ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അത് വെച്ചിട്ട് എൻവയറമെന്റൽ സൈക്കോളജി പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും നമുക്ക് ഇന്ത്യയിൽ എഴുതാൻ മതി. വന്നിട്ടില്ല കേട്ടോ, ഇതുവരെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ വല്ല ഷോർട്ട് നോട്ട് ആയിട്ടോ അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലോ പറയാൻ പറ്റില്ല. കാരണം തേർഡ് ഇയർ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം വെച്ചിട്ട് നമുക്ക് പഠിച്ചിട്ട് എഴുതാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 തൊട്ടിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുള്ളൂ, അതായത് എക്സാം നടന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ടോ? ആ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. Explain the scope and salient features of environmental psychology. Discuss its relationship with other disciplines. നമ്മൾ ഇന്നലെ എടുത്തതിലുള്ള സ്കോപ്പും സാലിയൻ ഫീച്ചേഴ്സും നമുക്ക് എന്തൊക്കെ എഴുതാം? എൻവയറമെന്റൽ സൈക്കോളജിയിൽ ഒരു 3 സെന്റൻസ് എഴുതാം. പിന്നെ അതിന്റെ സ്കോപ്പ് എഴുതാം അല്ലെ. രണ്ടാമത് നമ്മൾ അതിൽ തന്നെ സ്കോപ്പ് പഠിച്ചിട്ടുണ്ട്, അത് എഴുതാം. സെലിയൻ ഫീച്ചേഴ്സ് എഴുതാം. 4 സെലിയൻ ഫീച്ചേഴ്സ് അല്ല 5 സെലിയൻ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 5 എണ്ണം എഴുതാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസ്. അപ്പൊ ഈ ഒരു ഹെഡിങ് എഴുതുമ്പോൾ, അതായത് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസ് ഉള്ള ഹെഡിങ് എഴുതിയിട്ട് അതിലും നമുക്ക് എന്ത് എഴുതാം? എൻവയറമെന്റൽ സൈക്കോളജി എന്താണെന്ന് എഴുതിയിട്ട് ആ ഒരു ഡിസിപ്ലിൻസ് ആയിട്ടുള്ള റിലേഷൻ എഴുതിയാൽ മതി. അങ്ങനെയൊക്കെ നമുക്ക് പേജ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പേജ് കൂട്ടാനായിട്ട് പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ എൻവയറമെന്റൽ സൈക്കോളജി, ഡിസ്കസ് ഇറ്റ്സ് എമർജൻസ് ആൻഡ് ഗ്രോത്ത്. 2 വട്ടം വന്നിട്ടുണ്ട്. ജൂൺ 2025 ഡിസംബർ 2024 വന്നിട്ടുണ്ട്. എൻവയറമെന്റൽ സൈക്കോളജി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിന്റെ എമർജൻസ് ആൻഡ് ഗ്രോത്ത്, അതായത് രണ്ടാമത്തെ ടോപ്പിക് അല്ലെ. കണ്ടോ, സലിയൻ ഫീച്ചേഴ്സ് 5 എണ്ണം വന്നിട്ടുണ്ട്. അത് ആ സലിയൻ ഫീച്ചേഴ്സ് എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും എഴുതാം. പിന്നെ എമർജൻസ് ഓഫ് ഗ്രോത്ത്, 4 ട്രാൻസിഷൻ, 4 സ്റ്റേജസ് ആയിട്ടുള്ള ട്രാൻസിഷൻ നമ്മൾ എഴുതണം. അതിനുശേഷം ഈ കുറച്ച് പോയിന്റുകളും കൂടെ എഴുതാം. ഇനി അടുത്തത് explain the characteristic features and recent trends of environmental psychology. Describe the research methods used in environmental psychology. കണ്ടോ, 3 ക്വസ്റ്റ്യൻസ് വന്നു. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, റീസെന്റ് ട്രെൻഡ്സ് അത് വേറെ ടോപ്പിക് ആണ്, പിന്നെ റിസർച്ച് മെത്തേഡ്സ്. 3 ടോപ്പിക്കാണ് ആ ഒരു പാഠത്തിൽ നിന്ന് മാത്രം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. നോക്കിയൊക്കെ, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം എഴുതണം. സെലിയൻ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും മൊത്തം എഴുതുക. പിന്നെ അത് കഴിഞ്ഞാല് റീസെന്റ് ട്രെൻഡ്സ്, റീസെന്റ് ട്രെൻഡ്സ് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്പോ മൂവ്മെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ ഫുള്ള് എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റിസർച്ച് മെത്തേഡ്സ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? റിസർച്ച് മെത്തേഡ്സ് അടുത്ത ടോപ്പിക്. ക്വസ്റ്റ്യനെയർ, ലബോറട്ടറി എക്സ്പെരിമെന്റ് മെത്തേഡ്സ്, കമ്പ്യൂട്ടർ സിമുലേഷൻ മെത്തേഡ്സ്, സ്റ്റഡീസ്, ഫീൽഡ് സ്റ്റഡീസ്, കേസ് സ്റ്റഡീസ്, അങ്ങനെയുള്ള 5 റിസർച്ച് മെത്തേഡ്സ്. എന്നിട്ട് എല്ലാത്തിനും കൂടെ ഒരു കൺക്ലൂഷൻ എഴുതാം. ഏത് ക്വസ്റ്റ്യൻ ആയാലും പരമാവധി എല്ലാവരും കൺക്ലൂഷൻ എഴുതാനായിട്ട് നോക്കുക. അതായത് ഒന്നുമില്ല, ഈ പറയുന്ന സെന്റൻസുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് എൻവയറമെന്റൽ സൈക്കോളജിയുടെ കൺക്ലൂഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം?
കൺക്ലൂഷൻ എഴുതുമ്പോ പറഞ്ഞുതരാം. ആദ്യം എൻവയറമെന്റ് സൈക്കോളജിക്ക് ഒരു സെന്റൻസ് എഴുതാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻവയറമെന്റ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ എഴുതി. അപ്പൊ നമ്മൾ അതിന് ഒരു സെന്റൻസ് എഴുതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. അപ്പൊ അതിലെ 4 പോയിന്റും കൂടെ ഒരൊറ്റ സെന്റൻസ് ആക്കിയിട്ട് എഴുതാം. ഇന്ന ഫീച്ചേഴ്സ് ആണ് ഉള്ളത്, അങ്ങനെ ഒരൊറ്റ സെന്റൻസ് എഴുതാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെന്റ് ട്രെൻഡ്സ് ആണ്. അപ്പൊ റീസെന്റ് ട്രെൻഡ്സിൽ നിന്ന് 1-2 സെന്റൻസ് എടുത്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസർച്ച് മെത്തേഡ്സ്, എൻവയറമെന്റ് സൈക്കോളജിയിൽ ഇത്രയും റിസർച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ആ റിസർച്ച് മെത്തേഡ്സ് ഫുള്ളി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സെന്റൻസ് എഴുതുക. അങ്ങനെയാണ് കൺക്ലൂഷൻ എഴുതുന്നത്. 1 മിനിറ്റ്. അപ്പൊ അങ്ങനെയാണ് കൺക്ലൂഷൻ എഴുതുക. എല്ലാ ക്വസ്റ്റ്യൻസിനും കൺക്ലൂഷൻ എഴുതാനായിട്ട് നോക്കുക. അതായത് നമ്മൾ മൊത്തത്തിൽ എഴുതിയെന്ന് ഓരോ ടോപ്പിക്കിനും ഓരോ സെന്റൻസ് എടുത്ത് എഴുതിയാൽ മതി നമ്മുടെ കൺക്ലൂഷന്. അങ്ങനെ കൺക്ലൂഷൻ ഒക്കെ ഇട്ട് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, ഓരോ ടൈറ്റിൽസ് സബ് ടൈറ്റിൽസ് കൊടുക്കുക. അങ്ങനെ ആൻസേഴ്സ് എഴുതുക. അപ്പൊ 10 മാർക്കിന്റെ ആകുമ്പോൾ നമ്മളൊരു 5 to 6 പേജസ് എപ്പോഴും പറയാറുണ്ട്. 5 പേജ് എന്തായാലും എഴുതാനായിട്ട് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പറയുന്ന പോലെ ഹെഡിങ് ഒക്കെ ഇട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ ലൈനുകൾ ഇങ്ങനെ വീഴും. പേജസിന്റെ എണ്ണം ഇങ്ങനെ കൂട്ടാനായിട്ട് പറ്റും. പിന്നെ പരമാവധി ടേബിള്, ഫ്ലോ ചാർട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡയഗ്രം ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ടൈറ്റിൽസ് ഒക്കെ എഴുതി അതിനൊക്കെ അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ കണ്ടില്ല, കുറച്ചും കൂടി ഒക്കെ പേജുകൾ എണ്ണം കൂട്ടാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഫ്രീ ക്ലാസ് ഇട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് വന്നിട്ടുള്ളത്. 4 വട്ടമായിട്ട് വന്നിട്ടുണ്ട്. എന്റെ അടുത്ത് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ ആർക്കെങ്കിലും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. ഇതില് ജൂൺ 2023 2024 2025 ഡിസംബർ 2024, ഡിസംബർ 2022 അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. 5 എണ്ണം. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലിടാം. അപ്പൊ ഓക്കെ. അപ്പൊ നാളെ തൊട്ട് ഫ്രീ ക്ലാസ് അല്ല, നാളെ തൊട്ട് റെഗുലർ ആണ്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ടൈം ടേബിൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡിങ്സ് ഇട്ടിട്ടില്ല കേട്ടോ. ഇന്നലെ എടുത്തേണ്ട റെക്കോർഡിങ്സ് ഞാൻ ഇന്ന് അവൈലബിൾ ആക്കാം. ഇന്നത്തെ ഇടാം. അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക് യു.